ഗുഡ് മോർണിംഗ് ടീം ജെ ഡി. ഗുഡ് മോർണിംഗ് സർ. ജെ ഡി എന്നെ എല്ലാ സംഭവങ്ങളും കൃത്യമായി അപ്ഡേറ്റ് ചെയ്തിരുന്നു. സോ നമ്മൾ പൃഥ്വിയുടെ വീട്ടിൽ കയറാൻ ആദ്യം നടത്തിയ ശ്രമം പരാജയപ്പെട്ടിരുന്നു അല്ലേ? അതെ സർ. ഇനി ആ വീട്ടിൽ നമുക്കങ്ങനെ കയറാൻ പറ്റില്ല സർ. ഹേ നോ, നമ്മളങ്ങനെ നിരാശപ്പെടേണ്ട ഒരു കാര്യമില്ല. പലപ്പോഴും നമ്മുടെ പ്ലാനിങ്ങുകൾ നമ്മൾ വിചാരിക്കും പോലെ നടക്കണമെന്നില്ല. അതൊക്കെ ഒരു മിഷനിൽ സ്വാഭാവികമാണ്. അത്തരം സമയങ്ങളിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പുതിയ വഴികൾ തേടണം. അല്ലാതെ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കണ്ട. ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് സാറ് പറഞ്ഞാൽ മതി. ആ വഴിക്ക് നമുക്ക് മുന്നോട്ട് പോവാം. ഇന്ദ്രപ്രസ്ഥം വീട്ടിൽ ജെ ഡിയും കിരണും കയറിയാലേ ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോകൂ. അതിന് വഴിയുണ്ട്. നിങ്ങൾ രണ്ടുപേരും വിവാഹം കഴിക്കാൻ പോകുന്നവരാണെന്നല്ലേ പൂർണിമ ധരിച്ചിരിക്കുന്നത്? അതെ. ആ വഴി തന്നെ നിങ്ങൾ സ്വീകരിക്കണം. കിരണും ജേഡിയും കല്യാണം കഴിക്കുക. എടോ, നിങ്ങൾ യഥാർത്ഥത്തിൽ വിവാഹം കഴിക്കാനല്ല ഞാൻ പറഞ്ഞത്. ഈ മിഷന് വേണ്ടി നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു ഫേക്ക് മാരേജ് നടത്തുക. ഇന്ദ്രപ്രസ്ഥം വീട് കിരണിന്റെ അച്ഛന്റെ വീടായതുകൊണ്ട് വിവാഹശേഷം നിങ്ങൾ അവിടെയാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞ് അവിടെ കയറി അങ്ങ് താമസിക്കുക. നമുക്ക് വലുത് നമ്മുടെ മിഷനാണ്. ലക്ഷ്യം സാധിക്കാൻ നമ്മൾ ചില ഇമോഷണൽ കണക്ഷൻസ് ഒക്കെ മറക്കേണ്ടി വരും. രാജ്യത്തിന്റെ രക്ഷയെക്കുറിച്ചും സുരക്ഷയെക്കുറിച്ചും നല്ല ബോധവാന്മാരായിരുന്നാൽ ഈ മിഷൻ ഏറ്റെടുത്ത് വിജയിപ്പിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സർ, ഇപ്പോഴത്തെ അവസ്ഥ സാറിന് അറിയാലോ. അതിന്റെ ഒപ്പം ഇനി ഞങ്ങളൊരു ശ്രമം കൂടി നടത്തുക എന്ന് പറഞ്ഞാൽ ഇതൊന്നും അവർ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സി, ഇത് നമ്മുടെ ആവശ്യമാണ്. അവർ സമ്മതിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യേണ്ടത് നിങ്ങളാണ്. എത്രയും വേഗം ശരിയായ വഴികൾ കണ്ടുപിടിച്ച് കൃത്യമായ സമയത്ത് നിങ്ങൾ അവിടെ കയറിപ്പറ്റണം. ഒപ്പം പൃഥ്വിയുടെ ഫോൺ ഹാക്ക് ചെയ്ത് അയാളുടെ ലൊക്കേഷൻ ട്രേസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അയാൾ എവിടെ പോയാലും ആരെ കോണ്ടാക്ട് ചെയ്താലും അത് നമ്മളിൽ ആരെങ്കിലും ഒരാൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം.